കൊല്ലത്ത് ജീവനൊടുക്കിയ വയോധികയ്ക്ക് പെൻഷൻ ലഭിച്ചിട്ട് 6 മാസമായി. പെൻഷൻ അല്ലാതെ വേറെ വരുമാനമില്ലെന്നും വീട്ടിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നും മരിച്ച ഓമനയുടെ മകൾ രേണുക പറഞ്ഞു. അതിദരിദ്ര കുടുംബങ്ങളുടെ പട്ടികയിൽപ്പെട്ട കരിന്തോട്ടുവ സ്വദേശി ഓമന കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത്. ഓമനയുടെ മരണത്തെ ചൊല്ലി മരണവീട്ടിൽ CPIM-ഉം കോൺഗ്രസും തമ്മിൽ തർക്കമുണ്ടായി. പെൻഷൻ കിട്ടാത്തതുകൊണ്ടാണ് ആത്മഹത്യ എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കോവൂർ കുഞ്ഞുമോൻ MLA പ്രതികരിച്ചു. ദിലീപ് ദേവസ്യുണ്ട് വിവരങ്ങളുമായി. ദിലീപ്, ഇപ്പോൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങൾ കഴിയുകയാണ്. ഓമനയും ഈ വിധത്തിലുള്ള പരാതി കുടുംബാംഗങ്ങളോട് ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നോ മരണത്തിന് മുൻപ്? ബിനിൽ, ഓമനയും ഭർത്താവ് 84 വയസ്സുള്ള ഭർത്താവ് വേലായുധനും മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 6 മാസമായി ഓമനയ്ക്ക് പെൻഷൻ ലഭിച്ചിരുന്നില്ല. മറ്റൊരു തരത്തിലുള്ള വരുമാനവും ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓമനയുടെ മരണം പെൻഷൻ കിട്ടാത്തത് കാരണമാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. മകളും അക്കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണ് അമ്മയുടെ മരണ കാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. 2 മക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചതാണ്. അവർ ഈ വീട്ടിലേക്ക് വല്ലപ്പോഴുമൊക്കെ വരികയുള്ളൂ. അമ്മയ്ക്കും അച്ഛനും കിട്ടുന്ന പെൻഷൻ കൊണ്ട് മാത്രമാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ 6 മാസമായി ഈ വീട്ടിലേക്ക് പെൻഷൻ ഒന്നും വന്നില്ല. അച്ഛന് ലഭിച്ചിരുന്ന 1600 രൂപയും അമ്മയ്ക്ക് വെറും 600 രൂപയുമാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ 6 മാസമായി ഈ ഇത്തരത്തിലുള്ള ഒരു പെൻഷനും ഈ വീട്ടിൽ ലഭിച്ചിരുന്നില്ല. ഇതിൻ്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഓമനയുടെ സഹോദരൻ കിണറ്റിൽ വീണ് പരിക്കേറ്റിരുന്നു. ഈ സഹോദരനായിരുന്നു പിന്നീട് ഏകയുണ്ടായിരുന്നൊരു ആശ്രയം. അപ്പോൾ സഹോദരൻ്റെ പരിക്കും ഇവരുടെ മാനസികമായി അലട്ടിയിട്ടുണ്ട്. ഇതും ഒരു കാരണമാണെന്നാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. ഇന്ന് ഈ മരണ വീട്ടിൽ ഒരു തർക്കമുണ്ടായി. അതായത് ഇവരുടെ വീട്ടിൽ ഒരു മാസങ്ങൾക്ക് മുൻപ് വീടിൻ്റെ ഒരു ഭാഗം തകർന്നിരുന്നു. ആ പണം പോലും ലഭിച്ചിരുന്നു. അത് നന്നാക്കാനുള്ള പണം പോലും ലഭിച്ചിരുന്നില്ല. ഇന്ന് മരണ വീട്ടിലുണ്ടായ തർക്കത്തിൽ CPIM പറയുന്നത് അതിന് വേണ്ട പണം ഇപ്പോൾ പാസ്സായിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ അത് നേരാവണ്ണം കൊടുക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് അടക്കം ഉള്ള ആളുകൾ ഈ വീട്ടിലെത്തി ഇന്നൊരു തർക്കത്തിൽ ഉണ്ടായി. ഇന്ന് മറ്റൊരു പത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്നാണ് കോവൂർ കുഞ്ഞുമോൻ MLA പറഞ്ഞത്. ഇങ്ങനെയൊരു കാര്യമില്ല എന്നാണ് പറയുന്നത്. കേരളത്തിൽ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു എന്നുള്ള കാര്യം വാസ്തവമാണ്. അതിദരിദ്രരുടെ പട്ടികയിലാണ് ഈ കുടുംബമുള്ളത്. അതായത് ഓമനയും വേലായുധനും അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ്. അവർക്കാണ് ഇപ്പോൾ 6 മാസമായി പെൻഷൻ മുടങ്ങിയത്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് സർക്കാർ നൽകുന്ന കിറ്റ് ജനുവരി മാസത്തിലാണ് കിറ്റ് ലഭിച്ചത്. പിന്നീട് കിറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളടക്കം ഈ കുടുംബത്തിൻ്റെ മകളടക്കം പറയുന്നുണ്ട്. എന്താണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഓമനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഇവരുടെ ഭർത്താവ് വേലായുധനും പറയുന്നുണ്ട് പെൻഷൻ ലഭിച്ചിട്ട് 6 മാസമായി. മരിക്കാനുള്ള കാരണം എന്താണെന്നുള്ള കാര്യത്തിൽ തന്നോടൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ വലിയ സ്നേഹത്തോടു കൂടെ കഴിഞ്ഞു പോയതാണ്. ഒരു നിർധന കുടുംബമാണ്. കൊല്ലം ശാസ്താംകോട്ടയിലാണ് ഇവരുടെ താമസം. എന്തായാലും ഇപ്പോൾ CPIM പറയുന്നു ഈ പെൻഷൻ കിട്ടാത്തത് അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അയൽവാസികളും അതുപോലെ തന്നെ കോൺഗ്രസും എല്ലാം പറയുന്നത് ഇവർക്ക് ആകെയുള്ള ഒരു വരുമാനം ഈ പെൻഷൻ മാത്രമാണ്. അത് ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് മാനസികമായി ബുദ്ധിമുട്ടുകൊണ്ട് ഇവർ ജീവൻ ഒടുക്കിയതെന്നാണ് പറയുന്നത്. ബിനില്. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയിട്ടുള്ളത് കൊല്ലത്ത്.